ഗൈസ് ജെഫോടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, സാധാരണക്കാർക്ക് ആവശ്യമുള്ള വീഡിയോസാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൻ്റെ. ഇനിയും നമുക്ക് ഒരു കൊല്ലം വരെ ചെയ്യാനുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോൻ്റെ, അതായത് പഴയ വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്, ചേട്ടാ ഈ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ഒരു പേര്, യൂട്യൂബ് ചാനലിന് എങ്ങനെയാണ് ഒരു പേര് സെലക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും, ഏകദേശം പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവും. യൂട്യൂബേഴ്സാണ് കൂടുതൽ നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ യൂട്യൂബ് ചാനലിന് ഒരു പേരുണ്ടാവും. ഓക്കെ, അതായത് ആ ഒരു പേര് വെച്ചിട്ടാണ് നിങ്ങളെ അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ചാനലിനെ ജെഫോടെക്, എൻ്റെ പേര് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേങ്കിൽ ജെഫോടെക് എന്ന പേരിലാണ് ചിലപ്പോൾ ഞാൻ അറിയപ്പെടുന്നുണ്ടാവുക, അല്ലേ? എൻ്റെ വീഡിയോസും ഞാൻ ജെഫോടെക്കിൻ്റെ വീഡിയോ ഇന്നലെ കണ്ടായിരുന്നു, ഞാൻ ജെഫോടെക്കിൻ്റെ കണ്ടായിരുന്നു, അങ്ങനെയാണ് പറയുക. അല്ലാണ്ട് ജിജോൻ്റെ വീഡിയോ കണ്ടായിരുന്നു, ജിജോൻ്റെ ചാനലാണ്, അങ്ങനെ ആരും പറയുമല്ലോ. അങ്ങനെ കൂടുതലേക്കാൾ ജെഫോടെക്, അതായത് ആ പേര് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ ഒരു റെഡിക്കുള്ളൊരു ചാനലിന് പേര് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ചാനലിൻ്റെ നെയിം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഇടേണ്ടത്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വെച്ചാൽ ചാനലിൻ്റെ നെയിം വെറുതെ ഒരു നെയിം ഇടുന്നത് മാത്രമല്ല, അതിന് ശേഷം നമുക്ക് 1 lakh സബ്ബായി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചാനൽ നെയിം വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയത്തില്ല, ചിലപ്പം നമ്മൾ തമാശക്ക് ഒരു പേരൊക്കെ എടുത്തിട്ട് അങ്ങ് തുടങ്ങും. പക്ഷേങ്കിൽ പിന്നത്തെ കാര്യങ്ങൾ ചിലപ്പം റിസ്ക് ആയിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇല്ലാണ്ടായിപ്പോവും, മിസ്സായിപ്പോവും, ആ പേരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ്, ഒന്ന് സബ് ചെയ്ത് വന്നേക്കുക. പിന്നെ വീഡിയോൻ്റെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും വീഡിയോ, അതായത് ചാനലിൽ നെയിം ഇടുന്നത് കൂടുതലായിട്ടും ചെയ്യുന്നത് മറ്റുള്ള ചാനൽ, അതായത് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ചാനലുണ്ട്. അവരുടെ പേരിനോട് സാദൃശ്യമുള്ള പേരുകളായിരിക്കും കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യുക, അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ സാധാരണ ഒരു പേരിടുന്നതിനേക്കാളും കൂടുതലായിട്ട് മറ്റുള്ള വലിയ വലിയ ചാനലുകളുടെ പേരിനോട് സാദൃശ്യമുള്ള പേരെടുത്തിടാനാണ് സാധ്യത. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാനലിന് നെയിം ഇടുന്ന സമയത്ത് സൂക്ഷിച്ച് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാനലിന് വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടാത്ത ഒരവസ്ഥ വരും. ഓക്കെ, മനസ്സിലായോ? അതായത് നിങ്ങളിപ്പം ചാനൽ നെയിം ഇടുന്നതിന് മുമ്പേ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. അതായത് യൂട്യൂബിൽ നിങ്ങളുടെ ചാനൽ ഇടുന്ന നെയിം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ വേരിഫിക്കേഷൻ ബാഡ്ജിനെ ബാധിക്കുന്നത്, അതായത് നിങ്ങൾക്ക് പ്ലേ ബട്ടണൊക്കെ കിട്ടണം, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ പ്ലേ ബട്ടണൊക്കെ കിട്ടണമെന്ന്, ആ പ്ലേ ബട്ടൺ വേരിഫിക്കേഷൻ ബാഡ്ജ് ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ഒരു ചാനലിന് മാത്രമേ യൂട്യൂബിൽ വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടുള്ളൂ. വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായിക്കോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ചാനലിൻ്റെ പേരിൽ വേറെ ചാനൽ യൂട്യൂബിൽ വേരിഫിക്കേഷൻ ബാഡ്ജ് നേടിയ ചാനൽ വേറെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഒരക്ഷരമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ട് മാത്രമേ നിങ്ങളെ പിന്നെ ആ പേരിടാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും പിന്നെ ആ പേരിടാൻ പാടില്ല. ആ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 lakh കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടില്ല. ആ ഒരു പേരിൽ ഒരാൾക്ക് മാത്രമേ നമുക്ക് യൂട്യൂബിൽ വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പം ചില ആൾക്കാരുണ്ട് ഒരേ പേരിട്ടിട്ട് ഏത് സമയത്താണ് നിങ്ങൾ പേര് മാറ്റേണ്ടത്, അതായത് നിങ്ങൾ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സമയമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് മുന്നേ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോണം. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലി, അതായത് നല്ല ഫാമിലിയെ പോലെ ബിൽഡ് ചെയ്ത് വരുന്നൊരു ചാനലായിരിക്കും. പെട്ടെന്ന് പേര് മാറ്റുന്ന സമയത്ത് പുറമേ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, പേര് സെർച്ച് ചെയ്തും കിട്ടാത്ത അവസ്ഥ വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 1 ലക്ഷത്തിന് മുമ്പേ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. പരമാവധി ചേഞ്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, 1 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടും. വേരിഫിക്കേഷൻ ബാഡ്ജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ്, പ്ലേ ബട്ടണൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേരിഫിക്കേഷൻ ബാഡ്ജ് നഷ്ടമാവും. ആ പേരിലുള്ള വേരിഫിക്കേഷൻ ബാഡ്ജ് നഷ്ടമാവും. പിന്നെ നമ്മളാന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്ത് ഒരുപാട് ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേരിഫിക്കേഷൻ
ബാഡ്ജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരിക്കലും നമ്മുടെ ചാനലിൽ ഇട്ട പേരുകൾ ഇടാൻ പാടില്ല. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതായത് യൂട്യൂബിൽ ഉള്ള പേരുകൾ നമ്മൾ പിന്നെ എടുത്തിടാൻ പാടില്ല. നമുക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടത്തില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉണ്ടാവും, പേജൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരേ പേര് തന്നെയായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ, യൂട്യൂബിലും മൂന്നിലും ഒരു പേര് തന്നെയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ യൂട്യൂബ് മാത്രം സെർച്ച് ചെയ്താൽ പോരാ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ ഈ പേര് സെർച്ച് ചെയ്ത് നോക്കണം. അവിടെയും ഇങ്ങനെ ഒരു പേരിൽ വൈറലായിരിക്കുന്ന ഒരു ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു അവിടുത്തെ എന്താ പറയുക വെരിഫിക്കേഷൻ ബാഡ്ജുകളൊക്കെ നഷ്ടമാവും. ഓക്കെ, എല്ലായിടത്തും പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ മറന്നു പോകുന്നത് ഇങ്ങനെ ഒരു കടലാസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ടുള്ള പേരിടണം. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ് മറന്നു പോകുന്നതിന്. അപ്പം നമ്മൾ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി, ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള പേര് മാത്രമേ ഇടാവുള്ളൂ. അതായത് ആൾക്കാരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള പേര് വേണം നമ്മൾ യൂട്യൂബ് ചാനൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് എൻ്റെ പേര് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് നമ്മൾ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. എൻ്റെ മെയിൻ ചാനലിൻ്റെ പേര് ജിജോസ് വ്ളോഗ്. അത് എന്താ പറയുക, വേറെ 2 അക്ഷരമുള്ളൂ, ജിജോസ് വ്ളോഗ് 2 അക്ഷരത്തിൽ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചാനലാണ് പേര് J4Tech. അതൊക്കെ വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന പേരായിരിക്കണം, പെട്ടെന്ന് ഓർത്ത് പെട്ടെന്ന് സ്വപ്നങ്ങളുടെ പറദീസായുടെ കുഴിമാടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയല്ല, ഒരുപാടുണ്ട്. ഇങ്ങനെ നീട്ടി 3-4 വേർഡ്സൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് വലുപ്പത്തിലും പിന്നെ സ്പെല്ലിങ് മാത്രം ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് രീതിയിൽ വലുതായിട്ടുള്ള പേരുകളും കടിച്ചാപ്പൊട്ടാത്ത പേരുകളൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അവരുടെ ചാനലുകൾ ചിലപ്പോൾ നല്ല വീഡിയോ ആയിരിക്കും, നല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കണ്ടന്റ് മേക്കേഴ്സ് ആയിരിക്കും. പക്ഷേങ്കിൽ പിന്നെ അവരുടെ ഒരു അവസരത്തിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആൾക്കാരുടെ മനസ്സിൽ അയ്യോ അവൻ്റെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിൽ ഈ പേര് വരില്ല. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വ്യൂവിനൊക്കെ ബാധിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന, എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പേരുകൾ മാത്രമേ യൂട്യൂബ് ചാനൽ കൊടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കേട്ടോ. അടുത്തതായിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, അതായത് ഏറ്റവും മസ്റ്റായിട്ട് ഈ ഒരു കാര്യം കൂടെ ഉള്ളൂ, നിങ്ങൾ ആരും ഇറങ്ങി ഓടരുത്, ഈ ഒരു കാര്യങ്ങൾ കേട്ടു പോക്കോ. കാരണം വെച്ചാൽ നമ്മൾ ചാനൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നമുക്ക് ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ ഒരു പേര് ഒരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തോന്നുന്ന പേരൊക്കെ എടുത്തിടും. തോന്നുന്ന പേരെടുത്തിട്ട് നമ്മൾ തോന്നുന്ന കണ്ടന്റ് ചെയ്യും. അങ്ങനെയുള്ളവർ ചിലപ്പം വിജയിക്കും, പറയാനാവില്ല, ആ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും വിജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഒരു പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കണം, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്ത് ടൈപ്പ് ചാനലാണ് തുടങ്ങാൻ പോകുന്നത്. ഫാമിലി വ്ളോഗാണോ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആണോ, അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടി ടിപ്സ് ആണോ, അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗാണോ, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു പേരിടാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സബ്ബായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെരിഫിക്കേഷൻ ബാഡ്ജ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 50,000 സബ്ബൊക്കെ ചെയ്തിട്ട് നമ്മൾ പേര് മാറ്റാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓഡിയൻസിന് നമുക്ക് നഷ്ടപ്പെടും, അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് നിങ്ങളൊരു പേരിടുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി എന്താണോ, നിങ്ങളുടെ വ്ളോഗ് നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പേര് മാത്രമേ നിങ്ങൾ ഇടാവുള്ളൂ. അങ്ങനെ ഇട്ട് കഴിഞ്ഞ ഉപകാരം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാവും. ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാം, എന്താ പറയുക, മല്ലു ഫാമിലി, മനസ്സിലായോ? അപ്പോൾ ഒരു ഫാമിലി വ്ളോഗാണ് മല്ലു ഫാമിലി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, മല്ലു ഫാമിലി എന്നുണ്ട്. മല്ലു ഫാമിലി വ്ളോഗാണ്. ഓക്കെ, ഞാൻ എൻ്റെ പേര് ഉദാഹരണം പറഞ്ഞുതരാം, J4Tech. അപ്പോൾ എന്താ ടെക് ചാനലാണെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാവും. J4, എൻ്റെ പേര് ജിജോ, ഞാൻ അങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. ജെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് J4Tech, അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ J4Tech നിങ്ങൾക്ക് മനസ്സിലാവും, ടെക് ചാനലെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞപ്പോൾ റാണി ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ പേരിട്ടിട്ട് ആ ഒരു ബേസിലുള്ള പേരാണ്. അപ്പോൾ എന്താണോ നമ്മുടെ ചാനൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാം നിവേദ്യ കുക്കിംഗ് ബ്ലോഗ്സ്, അപ്പം കുക്കിംഗ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഈസി ആയിട്ടും അങ്ങനെയുള്ളതുമായിട്ടുള്ള പേര് വേണം. ഗൈസ്, നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇത്രയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാനലിന് നെയിം ഇടുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 1 lakh ഒക്കെ ആകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തുടക്കം തൊട്ടേ നിങ്ങൾ ചാനൽ നല്ലൊരു തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം പേരിടാൻ നിൽക്കുക. പിന്നെ മാറ്റണ്ടാകുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ട് വേണം പേരിടാൻ വേണ്ടി. ഓക്കെ, പിന്നെ ആ പേര് മാറ്റാൻ നിൽക്കരുത്.
പരമാവധി മാറ്റാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മാറ്റണമെന്ന് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ 1 lakhന് മുമ്പേ മാറ്റിക്കണം. പിന്നെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ബാഡ്ജും നമ്മുടെ പ്ലേ ബട്ടൻ്റെ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ കാര്യം ചെയ്യണം. പിന്നെ ഈസി ആയിട്ടുള്ള പേരിടണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല മനോഹരമായിട്ടുള്ള പേരിട്ടിട്ട് ആൾക്കാർക്ക് പിന്നെ നമ്മുടെ കാറ്റഗറി നോക്കിയിട്ട് പേരിടണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയണം, ഇതുവരെയും വീഡിയോ കണ്ട് സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് സബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ചെയ്തേക്കുക. ഒരു 500 ലൈക്കെങ്കിലും ഈ വീഡിയോ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ വീഡിയോൻ്റെ അവസാനം പറഞ്ഞത്, അവസാനം പിന്നെ കണ്ട ആൾക്കാരാണെങ്കിലേ പറയുള്ളൂ. ഒരു 500 ലൈക്കിൽ നമ്മുടെ ഈ വീഡിയോ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ബൈ.